Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ തലശ്ശേരിക്കാരുടെയും കണ്ണൂർക്കാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുട്ട സുർക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം കണ്ണൂരൊക്കെ സൽക്കാരത്തിലും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് ഈ മുട്ട സുർക്ക. അല്ലാത്തപ്പോഴും ഉണ്ടാക്കും. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി എന്ന് പറയുമ്പോൾ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ജീരകശാല റൈസുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗീ റൈസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. 2 കപ്പ് പച്ചരി എടുക്കാവുന്നതാണ്. ഈ അരി ഒരു 4 മണിക്കൂറോളം നന്നായിട്ട് സോക്ക് ചെയ്ത് ഇപ്പം വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർത്തി വെക്കണം. രാവിലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചോറ്. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നെടുക്കുന്നത് ആ കപ്പിന് തന്നെ 1 കപ്പ് ചോറ്. പിന്നെ ഇതിന് വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അരക്കുമ്പോൾ നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അതായത് നമ്മളിങ്ങനെ ഒരു സ്പൂണോട് എടുത്തൊഴിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വീഴുന്ന വിധത്തിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ. ഇഡ്ഡലി മാവിൻ്റെ അത്രയും കട്ടി വേണ്ട, അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പിന്നീട് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നന്ന കട്ടിയായിപ്പോയാൽ നമുക്ക് അപ്പം അത്ര ശരിയായി കിട്ടില്ല. പിന്നെ നന്ന ലൂസായി പോയാലും തീരെ ശരിയാവില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂണിൽ ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോഴിത് നന്നായിട്ട് തനിയെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നാൽ അപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ആര് പോലെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതൊന്ന് ഒരു ഭാഗം ഒന്ന് കുക്കാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വേണം പിന്നീട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു കൂടുതലങ്ങ് ചുവന്ന് പോകാൻ പാടില്ല. ഒരു നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കാം. ഇനി ഇങ്ങനെ അപ്പം ആയതിന് ശേഷം പിന്നെ നന്നായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലൊരപ്പം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. ഉള്ളിൽ നല്ല ആര് പോലെയാണെങ്കിൽ നല്ല അപ്പമാണ്, നല്ല കറക്റ്റ് അളവാണ് ബാറ്ററൊക്കെ. നല്ല കുറച്ച് കട്ടി പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ആര് പോലെ വന്നിട്ടുണ്ട് അപ്പം. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.